സ്വന്തം അമ്മയെ വെട്ടിക്കൊല്ലുന്നു. അപ്പോൾ ഇതിന് വലിയ ഒരു മാഫിയ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുകയാണ്. ഒരു ഗവൺമെൻറ് ഇവിടെ ഉണ്ട്. ഞാൻ രാഷ്ട്രീയം പറയല്ല. എന്തുകൊണ്ട് ഈ ലഹരി മാഫിയക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നില്ല? അപ്പോൾ ഇവിടെ ഈ കാഴ്ചപ്പാടുകളും ഉണ്ടാവണം, ഇത് എങ്ങനെ തടയണമെന്നുള്ള ബോധ്യം ഉണ്ടാവണം. ലഹരി വ്യാപിക്കുന്നു, ലഹരി മാഫിയകൾ സജീവമാകുന്നു. അതിന് ഒരു അളവ് വരെ സിനിമയൊക്കെയും കാരണമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം പലപ്പോഴും ആരാധന, ഇപ്പം പണ്ട് ലാലേട്ടൻ ഒരു കരിക്ക് വെട്ടി അതിനകത്ത് കള്ളു കുടിക്കുന്ന കണ്ടിട്ട് കള്ളു കുടിച്ചവരാന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം പഴയ തലമുറ ഭയപ്പെട്ടിരുന്ന എന്തൊക്കെയോ കാര്യങ്ങളെ പുതിയ തലമുറ ഭയപ്പെടുന്നതുമില്ല. അപ്പം 15,000 കോടിയുടെ മയക്കുമരുന്ന് നമ്മുടെ കൊച്ചി തീരത്ത് വെച്ച് പിടിച്ചു. പക്ഷെ പിന്നീട് അത് എന്തായി തീർന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു മാസത്തിനകം തന്നെ 16 ഭീകരമായ സംഭവങ്ങൾ, റിപ്പോർട്ടുകൾ നമ്മുടെ മുന്നിൽ വന്നു. അതുപോലെ ക്യാമ്പസുകളിലും എനിക്ക് തോന്നുന്നത് സജീവമായ രഹസ്യ ഏജൻസികൾ കുട്ടികൾക്കിടയിൽ തന്നെ ഉണ്ടാവാം. അമ്മയെ വെട്ടിക്കൊന്നു എന്ന് പറയുന്നത്, കോഴിയെ കൊന്നു എന്ന് പറയുന്ന അത്രയും ലാഘവത്തോടു കൂടി പറയുന്ന കുട്ടികൾ സൈക്കോകൾ ഹീറോകളായി മാറുകയാണ്. അതാ ഞാൻ പറഞ്ഞത്, ഈ സൈക്കോകളെ ഹീറോകളാക്കി മാറ്റാൻ ചില സിനിമകൾ കാരണമായി എന്ന് പറയുന്നത്. പെരക്കകത്തിരുന്ന് പോലും പറയാൻ പേടിച്ചുകൊണ്ടിരുന്ന വാക്കുകളാണ്, തെറിപ്പദങ്ങളാണ്. ഇത് ഓരോരുത്തരുടെ ചോട്ടിൽ പോയി നമ്മൾ ഗാന്ധിയൊക്കെ തിരിച്ചു കളിക്കേണ്ട ഒരു സമയമായിരിക്കും. ഗവൺമെന്റ് കോളേജുകളല്ല ഈ റാഗിങ്ങിൽ ഏറ്റവും കൂടുതൽ. മൃഗങ്ങള് പിന്നെ പ്രതിഷേധിക്കും. സ്വാതന്ത്ര്യം ഇവിടെ നമ്മുടെ മൂക്കിൻ തുമ്പത്ത് തുടങ്ങുന്നു എന്നുള്ള ബോധ്യം ഈ കുട്ടികൾക്ക് ഇല്ലാതാകുന്നു. വരുമാനത്തെക്കാൾ കൂടുതൽ ആളുകൾ ചെലവഴിക്കുന്നു. ആളുകളെ കൊള്ളയടിക്കാൻ വേണ്ടി ആളുകൾ കാത്തു നിൽക്കുകയാണ്. ഓപ്പറേഷൻ കുബേരൻ നടപ്പാക്കിയപ്പോൾ അന്ന് ആളുകൾ ഭയപ്പെട്ടു. ഇന്ന് സാർ അന്വേഷിച്ചു നോക്കി, ഒട്ടുമിക്ക സാധാരണക്കാരനും ജപ്തിയുടെ വക്കിലായി. കേരള പോലീസ് വിചാരിച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ കേരളത്തിൽ ലഹരി മാഫിയയുടെ വേരറക്കാൻ കഴിയും. 9 വർഷക്കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉറങ്ങുകയായിരുന്നു. ഞാൻ ചോദിച്ചു, അതാണ് അസംബ്ലിയിൽ. എന്തുകൊണ്ട് പോലീസ് നിയന്ത്രിക്കുന്നില്ല? ഗവൺമെന്റ് ശക്തമായ നടപടികൾ സ്വീകരിക്കുക. സാർ നമസ്കാരം. കേരളം വളരെ സങ്കടകരമായ ഒരവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ദിനം പ്രതി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്ന് വാർത്തകൾ, അതുപോലെ നിഷ്ഠുരമായ കൊലപാതകങ്ങൾ, അക്രമത്തിൻ്റെയും ഒരു പിന്നെ ആലസ്യത്തിൻ്റെയും ആകത്തുകയായിട്ട് നമ്മുടെ യുവജനങ്ങൾ മാറുന്നു എന്ന് ഭയപ്പെടേണ്ട ഒരു അന്തരീക്ഷം. ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരു മുൻ ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ പൊതുഭരണത്തെയും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ക്രമസമാധാനത്തെയും നേരാൻ വഴിക്ക് കൊണ്ടുപോകാനും, പിന്നെ യുവജനങ്ങളെ ഈ പ്രശ്നത്തിൽ നിന്ന്, ഇവരുടെ മയക്കുമരുന്നിനോട് മറ്റുമുള്ള ഈ അമിതമായ ആസക്തിയിൽ നിന്ന് അവരെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും, അതേക്കുറിച്ച് പ്രായോഗികമായിട്ട് സാറിന് പറയാൻ പറ്റുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നമായി ഇന്ന് മയക്കുമരുന്ന് മാറുകയാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലാണ് ഇതിൻ്റെ വളർച്ച. കേരളം ഒരു കൊളംബിയായി മാറുമെന്ന് വരെ ഞാൻ ഭയപ്പെടുകയാണ്. പണ്ട് നമ്മളൊക്കെ കേട്ടിരുന്നത് പഞ്ചാബിലാണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്നുള്ളതെന്ന്. ഇപ്പോൾ ആ സ്ഥാനം നമ്മളിലേക്ക് വരുന്നു എന്നത് ഭീതിജനകമായ ഒരവസ്ഥ ഉണ്ടാക്കുകയാണ്. നമ്മുടെ കുട്ടികൾ, കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, അവരാണ് ഇവരുടെ ഇര. ക്യാച്ച് ദം യങ്. ഇതിന് വലിയ ഒരു മാഫിയ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുകയാണ്. ആ മാഫിയയെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്താണ് ഏറ്റവും ശക്തമായ നടപടി സ്വീകരിച്ചത്. ക്ലീൻ ക്യാമ്പസ്, സേഫ് ക്യാമ്പസ്. മമ്മൂട്ടി അതിൻ്റെ ബ്രാൻഡ് അംബാസഡറായി വെച്ചുകൊണ്ട് നമ്മൾ കേരളത്തിലെ സ്കൂളുകളിലും കോളേജുകളിലും വലിയ തോതിലുള്ള പ്രചരണം നടത്തി. ഒരു ഭാഗത്ത് ബോധവൽക്കരണവും മറുഭാഗത്ത് ശക്തമായ നടപടികളും. പോലീസ് വിചാരിച്ചാൽ 24 മണിക്കൂർ കൊണ്ട് ഈ ലഹരി മാഫിയയുടെ വേരറക്കാൻ കഴിയും. എനിക്കുള്ള പ്രതിഷേധം, കഴിഞ്ഞ 9 വർഷമായി ഒരു ഗവൺമെൻറ് ഇവിടെ ഉണ്ട്. ഞാൻ രാഷ്ട്രീയം പറയല്ല. എന്തുകൊണ്ട് ഈ ലഹരി മാഫിയക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നില്ല? പോലീസ് വിചാരിച്ചാൽ ഇതിൻ്റെ വേരറക്കാൻ യാതൊരു പാടുമില്ല. ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്താണ് പുറം കടലിൽ നിന്ന് നമ്മൾ ധാരാളം ബോട്ടുകളിലും ചെറിയ ബോട്ടുകളിൽ നിന്ന് നമ്മൾ ഈ മയക്കുമരുന്ന് പിടിക്കുകയുണ്ടായി. അപ്പം ശക്തമായ നടപടി ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയുള്ളൂ. എന്താണ് അഖിൽ മാരാരുടെ അഭിപ്രായം? സാറേ, ഇപ്പം നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപകടത്തെക്കുറിച്ചാണ് പലപ്പോഴും നമ്മൾ വാർത്താമാധ്യമങ്ങളിലൂടെ ആയാലും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്, പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെയൊക്കെ ഭാഗത്ത് നിന്ന് വരുന്ന പ്രസ്താവന കൂടുതലും കേൾക്കുന്നത് എന്താണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ നമുക്കിത് എങ്ങനെ തടയാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഗൗരവകരമായ ചർച്ചയായിരിക്കും ഒരുപക്ഷെ നമുക്ക് എടുക്കേണ്ടിയിരിക്കുന്നത്. ഇപ്പം ഞാൻ വ്യക്തിപരമായിട്ട് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന പഴയ ഒരു MLA 1989
നിയമസഭയിൽ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നു, ബ്ലേഡ് മാഫിയകളെ നിയന്ത്രിക്കണം. ഞാൻ സാറിൻ്റെ നിയമസഭാ പുസ്തകം വായിച്ചിങ്ങനെ പറഞ്ഞു. അപ്പോൾ അന്ന് സാറ് ആ ചെറിയ പ്രായത്തിൽ തന്നെ സാറിന് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. സാറ് പിന്നീട് അധികാരത്തിലെത്തിയ സമയത്ത് അതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചു. അപ്പോൾ ഇവിടെ ഈ കാഴ്ചപ്പാടുകളും ഉണ്ടാവണം, ഇത് എങ്ങനെ തടയണമെന്നുള്ള ബോധ്യം ഉണ്ടാവണം. അപ്പം ഇത് നമ്മുടെ ഇപ്പോൾ ഈ സാർ ഇപ്പം നമ്മൾ ഒരു പൊളിറ്റിക്കൽ വിമർശനമല്ല. ഇപ്പം നമ്മളെ നാട്ടിൽ ആത്യന്തികമായിട്ട് നമുക്ക് വിമർശിക്കേണ്ടി വരുന്നത് അധികാരത്തിലിരിക്കുന്നവരെയാണ്. പ്രതിപക്ഷത്തിരിക്കുന്നവരെ വിമർശിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാനുള്ളതല്ലാതെ അവർക്കൊന്നും പറയാനും പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ കുട്ടികൾക്കിടയിൽ ലഹരി വ്യാപിക്കുന്നു, ലഹരി മാഫിയകൾ സജീവമാകുന്നു. അതിന് ഒരു അളവ് വരെ സിനിമയൊക്കെയും കാരണമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ പലപ്പോഴും ആരാധന, ഇപ്പം പണ്ട് ലാലേട്ടൻ ഒരു കരിക്ക് വെട്ടി അതിനകത്ത് കള്ളു കുടിക്കുന്ന കണ്ടിട്ട് കള്ളു കുടിച്ചവരാന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ഇന്ന് സിനിമയും കുറേയൊക്കെ ഈ തരം കാര്യങ്ങൾക്ക് സപ്പോർട്ട് കൊടുത്ത രീതിയിലൊക്കെ ചില കണ്ടന്റുകൾ വരുന്നു. സിനിമകൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇതൊക്കെ കാണും. അപ്പം സ്വാഭാവികമായിട്ടും കുട്ടികളിലേക്ക് ഇത് വലിയ രീതിയിൽ എത്തുകയാണ്. അപ്പം അന്നാ നമ്മൾ ചോദിക്കും, പഴയ തലമുറ ചെയ്യാത്തത് എന്തോ ഒന്നാണല്ലോ ഇപ്പോഴത്തെ ഈ പുതിയ തലമുറ ചെയ്യുന്നത്. അപ്പം പഴയ തലമുറ ഭയപ്പെട്ടിരുന്ന എന്തൊക്കെയോ കാര്യങ്ങളെ പുതിയ തലമുറ ഭയപ്പെടുന്നതുമില്ല. ഇപ്പം 15,000 കോടിയുടെ മയക്കുമരുന്ന് നമ്മുടെ കൊച്ചി തീരത്ത് വെച്ച് പിടിച്ചു. പക്ഷെ പിന്നീട് അത് എന്തായി തീർന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് ആർക്കും ഒരു അറിവില്ല, നമുക്കൊരു അറിവില്ല. ഇത് എവിടെ പോയി, ഇത് എങ്ങോട്ട് പോയി? ഇടയ്ക്ക് വാർത്ത ഉണ്ടായിരുന്നു, മുന്ദ്ര പോർട്ടിൽ കോടിക്കണക്കിന് രൂപയുടെ 20,000 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചു. പക്ഷെ പിന്നൊന്നും പറഞ്ഞിട്ടില്ലാരും. ഇത് പിടിക്കുന്നത് കേന്ദ്രമാണ്. നമ്മളിവിടുത്തെ ആൾക്കാർക്ക് റോളോ കാര്യങ്ങളോ ഇല്ലെന്നാണ് ഞാൻ ഈ അല്ല പോർട്ടിൽ പിടിക്കുന്ന കസ്റ്റംസ് ആണ്. പക്ഷെ ഇവർ ഒരു റിപ്പോർട്ടും മുന്നോട്ട് കൊടുക്കുന്നില്ല, ഇവരങ്ങോട്ട് ആവശ്യപ്പെടുന്നില്ല. ഇപ്പൊ നമ്മുടെ അതിർത്തി പിടിച്ചാൽ ഇത് നമ്മുടെ സ്റ്റേറ്റിലല്ലേ വരുന്നത്, നമ്മളല്ലേ ബാധിക്കുന്നത്. അതുപോലെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ എത്ര സ്റ്റാഫുകൾ ഇപ്പോൾ ഏകദേശം ഉണ്ടാവും സാറേ? പണ്ട് ഇവരെ പരിപാടി ഞാൻ മനസ്സിലാക്കുന്നത് ഈ ചാരായം പിടിക്കലും ചെറിയ കഞ്ചാവ് വേട്ടയൊക്കെ ആയിരുന്നു. അന്ന് അത്രയൊക്കെ നമ്മുടെ നാട്ടിൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്നുള്ളായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഓളം തന്നെ വിപുലീകരിക്കേണ്ടിയിരിക്കുന്നു എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്. തീർച്ചയായിട്ടും. ഇപ്പോൾ ക്യാമ്പസുകളിൽ പുറമേ നിന്നുള്ള ആൾക്കാർ കയറി കച്ചവടം നടത്തുന്നു. കുട്ടികൾക്കിടയിൽ കുട്ടികളിത് ആവശ്യപ്പെടുന്നു, കുട്ടികൾ തന്നെ ഇതിന്റെ ഏജന്റുകളായിട്ട് മാറുന്നു. അപ്പോൾ ഇത് തടയണമെങ്കിൽ സാറിന്റെ സമയത്ത് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റൊക്കെ ഇപ്പോഴും ഉണ്ട്, പക്ഷേ എഫക്റ്റീവ് ആവുന്നില്ല. അതെ, അതുപോലെ ക്യാമ്പസുകളിലും എനിക്ക് തോന്നുന്നത് സജീവമായ രഹസ്യ ഏജൻസികൾ കുട്ടികൾക്കിടയിൽ തന്നെ ഉണ്ടാവണം. അവർ എക്സൈസ് ഡിപ്പാർട്ട്മെന്റുമായിട്ടോ പോലീസ് ഡിപ്പാർട്ട്മെന്റുമായിട്ടോ ഒരു കണക്ഷൻ ഉണ്ടാവണം. ഏത് കുട്ടിയിലാണ് ഇത് എത്തുന്നത്? ഇപ്പോൾ തന്നെ നമ്മൾ 5 പേരെ വെട്ടിക്കൊന്ന പയ്യൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കും. കേൾക്കുമ്പം നമ്മൾ അത്ഭുതം. നമ്മളൊരു ഭാഗത്ത് പ്രബുദ്ധ കേരളമെന്നും സാക്ഷര കേരളമെന്നും പറഞ്ഞ് അഭിമാനിക്കുന്ന മലയാളികൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് 20 വയസ്സിന് താഴെയുള്ള പിന്നാറമൂട് നടന്ന സംഭവം 5 പേരെ വെട്ടിക്കൊന്നു ഒരു കുട്ടി. പിന്നെ അതുപോലെ അതിൻ്റെ വേറൊരു കാര്യമുണ്ട്. നമ്മൾ ഈ 2025 തുടങ്ങി എനിക്ക് തോന്നുന്നു ഒരു മാസത്തിനകം തന്നെ 16 ഭീകരമായ സംഭവങ്ങൾ റിപ്പോർട്ടുകൾ നമ്മുടെ മുന്നിൽ വന്നു. പിന്നെ ആദ്യം വന്നത് മലപ്പുറത്തു നിന്നാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പം മലപ്പുറത്ത് ആ സംഭവം നടന്ന അമ്മയെ വെട്ടിക്കൊന്നു എന്ന് പറയുന്നത് കോഴിയെ കൊന്നു എന്ന് പറയുന്ന അത്രയും ലാഘവത്തോടു കൂടി പറയുന്ന കുട്ടികൾ. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ 70 കൊലപാതകമാണ് ഇതുപോലെ നടന്നിരിക്കുന്നത്. 70 ഹീറോയായിട്ട് വരുന്നത്. അതെ അതെ. ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളൊക്കെ എടുത്ത് വെച്ചിട്ട് ഇപ്പോൾ സൈക്കോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമ്മൾ പുച്ഛത്തോടെ തള്ളിക്കളഞ്ഞിരുന്നവർക്കിടെ സൈക്കോകൾ ഹീറോകളായി മാറുകയാണ്. അതാ ഞാൻ പറഞ്ഞത്, ഈ സൈക്കോകളെ ഹീറോകളാക്കി മാറ്റാൻ ചില സിനിമകൾ കാരണമായി എന്ന് പറഞ്ഞത്. അല്ല, 100% ശരിയാണ്. ചില സിനിമകളെ സംബന്ധിച്ച് വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞാൻ പേരൊന്നും പറയുന്നില്ല. പക്ഷേ ഈ സിനിമ നിർമ്മിക്കുന്നവരും അഭിനയിക്കുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് നമ്മുടെ യുവതലമുറയെ എങ്ങോട്ട് നയിക്കുന്നു. എന്താണ് ദൃശ്യം സിനിമ കണ്ടിട്ട് ആളുകൾ അതേപോലെ കൊലപാതകം നടത്തുക. അപ്പം സിനിമകൾ എത്രമാത്രം ആളുകളെ സ്വാധീനിക്കുന്നു, അത് ചെറിയൊരു കാര്യമല്ല. യുവതലമുറ അല്ല, വെറ്റിമോൾ ഒരു പ്രൊഫസർ കൂടാണല്ലോ കോളേജിലെ. എന്താണ് അങ്ങയുടെ അനുഭവം, പറയൂ. അല്ല, തീർച്ചയായിട്ടും സാറേ, ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മളിപ്പം ഈ സോഷ്യൽ മീഡിയയും ഇതുപോലെയുള്ള എല്ലാം വ്യാപകമായപ്പം നമ്മളുടെ നാട്ടിൽ പ്രത്യേകിച്ചും ഈ 2000 ആണ്ടിന് ശേഷം ജനിച്ച കുട്ടികൾക്കിടയിൽ ഈ സാധനം ഇവരുടെ കയ്യിലേക്ക് കൊടുത്തു. കോവിഡും കൂടി വന്ന സമയത്ത് അതുവരെ ഇതൊക്കെ നിയന്ത്രിക്കപ്പെട്ടിരുന്നതാണ്. കോളേജുകളിൽ ഉപയോഗം നിയന്ത്രിക്കപ്പെട്ടിരുന്നത്, കോളേജിലും സ്കൂളിലും അല്ല മൊബൈൽ ഫോൺ. നേരെ തിരിച്ച് 2020 തൊട്ട് ഇത് ഞങ്ങളുടെ പണിയായുധമായിട്ട് മാറുന്നു. കുട്ടികൾക്ക് അവർക്ക് പഠിക്കാനുള്ള ഉപകരണം എന്നുള്ള നിലയ്ക്ക് ഈ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ അവരുടെ കയ്യിലേക്ക് കിട്ടുന്നു. പക്ഷേ നമ്മളെ ഇവിടെ ആരും ഇതെങ്ങനെ ഉപയോഗിക്കണം, ഇതിനെ വേണ്ട രീതിയിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനൊരു മാർഗ്ഗനിർദ്ദേശമോ അതിനെക്കുറിച്ച് മാന്യമായ അതിൻ്റെ ഒരു സാക്ഷരതയോ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ എടുത്തു നോക്കിയാൽ ഇപ്പം പിന്നെ അഖിലിനൊക്കെ അത് കറക്റ്റായിട്ട് അറിയാമായിരിക്കും. അതായത് ഇൻസ്റ്റയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ തലമുറ 70-80-കളിലെ യുവതലമുറ
കഥകടച്ച് പെരക്കകത്തിരുന്ന് പോലും പറയാൻ പേടിച്ചുകൊണ്ടിരുന്ന വാക്കുകളാണ്, തെറിപ്പദങ്ങളാണ്. ഇത് ഓരോരുത്തരുടെ ചോട്ടിൽ പോയി തെറി എഴുതി വെക്കുന്നവനാണ് ഏറ്റവും വലിയ മിടുക്കൻ. ഈ തെറിപ്പദങ്ങളാണ് കുട്ടികൾ പോയി എല്ലാവരും ഈ യാതൊരു മാന്യതയും ഇല്ലാതെ സംസാരിക്കാൻ നമ്മുടെ ജനം പഠിച്ചേക്കുന്നു. നമ്മൾ ഗാന്ധിയൊക്കെ തിരിച്ചു വിളിക്കേണ്ട ഒരു സമയമായിരിക്കുക. ഇതിൽ ഇപ്പോഴത്തെ കുട്ടികൾ ഇങ്ങനെ ആയി എന്ന് പറയുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള 50 കഴിഞ്ഞ പേരൻസിന് ഇതിൽ നല്ല പങ്കുണ്ട്. കാരണം ഞങ്ങളുടെ കാലത്ത് ഒരു സാധനം നമുക്ക് വേണം എന്ന് വീട്ടിൽ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു നോട്ട്ബുക്ക് ആണെങ്കിലും കുറഞ്ഞത് ഒരാഴ്ച വെയിറ്റ് ചെയ്യാതെ സാധനം കിട്ടുകയില്ലായിരുന്നു. ആ സമയം അപ്പം ഞങ്ങളൊക്കെ മനസ്സിൽ വെക്കുന്ന എന്താണ്, അടുത്ത നമ്മുടെ പക്കക്ക് ഈ ഗതി വരരുത്. അങ്ങനെ ചോദിക്കുമ്പോൾ സാധനങ്ങൾ കൊടുക്കുന്ന ഫെസിലിറ്റേറ്റർമാരായിട്ട് പേരൻസ് മാറി. എല്ലാ വീട്ടിലും 1-2 കുട്ടികളെ ഉള്ളൂ. ഇവർക്ക് ഒരു കൊച്ചു കാര്യത്തിന് പോലും, അതായത് പണ്ടണെ പറയും ഒന്നുള്ളതിലോ ഒലക്കേക്ക് അടിക്കണം, ഒലക്കേക്കില്ലെങ്കിലും അത്യാവശ്യത്തിന് കൊച്ചു തല്ലും ഒക്കെ കൊടുത്ത് സ്കൂളിലാണേലും ചെറിയ അധ്യാപകർക്ക് കുട്ടികളെ വഴക്ക് പോലും പറയാൻ വയ്യാത്ത അവസ്ഥ. പിന്നെ വീട്ടിൽ ഈ സ്വഭാവ രൂപീകരണം എന്ന് പറയുന്ന ഒരു 10 വയസ്സിനകത്ത് നടക്കേണ്ട കാര്യമാണ്. ഈ സ്വഭാവം കുട്ടികളുടെ സ്വഭാവത്തിൽ, അതായത് ഞാനൊരു തെറ്റ് ചെയ്താൽ എനിക്ക് ശിക്ഷ കിട്ടും. അത് ചെറിയ ശിക്ഷ അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള കൊടുത്താൽ മതി. പക്ഷേ ശിക്ഷ എന്നുണ്ടെന്നുള്ള ഒരു തോന്നൽ വരും. ഇതൊന്നും ഇല്ലാതെ വളർന്നു വരുന്ന ഒരു സമൂഹമാണ് കോളേജിലേക്ക് എത്തുന്നത്. കോളേജിലെ എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാനത് പറയുന്നത്. അങ്ങനെ വരുന്നവർക്കിടയിൽ ഈ പറയുന്ന തിന്മയെ നമ്മളങ്ങ് ആഘോഷിക്കുക. തെറി പറയുന്നവൻ മിടുക്കൻ, ഏറ്റവും ധാർഷ്ട്യം കാണിക്കുന്നവർ അതിനേക്കാൾ മിടുക്കർ. സാറ് തന്നെ നോക്കിയാൽ നമ്മുടെ ഗവൺമെൻറ് കോളേജുകളല്ല ഈ റാഗിങ്ങിൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടത്. ഗവൺമെൻറ് കോളേജുകളിലാണ് ഈ സംഭവങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അപ്പോൾ അവിടെയെല്ലാം ഇതിൻ്റെ ഒരു നിയന്ത്രണം, അല്ലെങ്കിൽ എവിടെയാണ് നിയന്ത്രണം വരുന്നത്? സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞ കുട്ടിയെ 24 മണിക്കൂർ വെള്ളം പോലും കൊടുക്കാതെ ഭീകരമായി കോട്ടയത്തെ റാഗിങ്. അതും ഗവൺമെന്റ് കോളേജാണ്. ഗവൺമെന്റ് കോളേജാണ്. ഏത് കോളേജ് എന്നുള്ള ഈ കുട്ടികൾക്ക് ഈ മാനസിക മൃഗതുല്യമായ മാനസികാവസ്ഥ. മൃഗങ്ങള് പിന്നെ പ്രതിഷേധിക്കും. അവരെ പറഞ്ഞു കഴിഞ്ഞാൽ മൃഗങ്ങളിലുമൊക്കെ വളരെ മെച്ചമാണ്. അപ്പൊ ഈ തരത്തിൽ ക്രൂരത, മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്തയില്ല. സത്യത്തിൽ സാറേ നമ്മൾ ഗാന്ധിയെ തിരിച്ചു വിളിക്കേണ്ട സമയമായി. എന്ന് വെച്ചാൽ നമ്മളുടെ ഉള്ളിൽ നിന്ന് ഗാന്ധിയൻ കാഴ്ചപ്പാടുകൾ അകന്നു പോകുന്നതിൻ്റെ വലിയൊരു പ്രശ്നമാണ്. കാരണം സ്വാതന്ത്ര്യം ഇവിടെ നമ്മുടെ മൂക്കിൻ തുമ്പത്ത് തുടങ്ങുന്നു എന്നുള്ള ബോധ്യം ഈ കുട്ടികൾക്ക് ഇല്ലാതാകുന്നു. എനിക്ക് വേണ്ടാത്തത് ലോകത്തിനും വേണ്ട എന്നുള്ള രീതിയിൽ അവർ ഇടപെടുന്നുണ്ട്. അതിനൊരു നിയന്ത്രണം. അതുപോലെ സോഷ്യൽ മീഡിയയുടെ ഉപയോഗിക്കാം, പക്ഷേ അതെങ്ങനെ മാന്യമായി ഉപയോഗിക്കാം എന്നുള്ളതിനുള്ള ഒരു പരിശീലനം, ഒരു സാക്ഷരത, അതൊക്കെ നമ്മുടെ സമൂഹത്തിന് തീർച്ചയായിട്ടും. ഇന്ത്യൻ ഫിലിംസ് മാത്രമല്ല, വിദേശ ഫിലിംസുകൾ, ഇന്ന് കൊറിയൻ സിനിമകളൊക്കെ വലിയ അപകടമാണ്. അത് സാറേ, ഇപ്പം നമ്മൾ അതായത് ഇപ്പം എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്ന ബോധ്യമാണ് വേണ്ടത്. ഇപ്പം നമ്മളെ സാറിൻ്റെ കുട്ടിക്കാലമല്ല, ഇപ്പം ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തും നമുക്ക് ചാരായവും കഞ്ചാവും ഒക്കെ സുലഭമായിരുന്നു. ഇപ്പം മയക്കുമരുന്ന് ഇവിടെ സുലഭമായി എന്നുള്ളത് കൊണ്ടും അല്ല ഉപയോഗിക്കുന്നത്. ഇപ്പം ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ഇതെല്ലാം സുലഭമായിരുന്നു. അന്ന് പക്ഷെ നമുക്ക് സമൂഹത്തോടും മുതിർന്നവരോടും അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തോടും ഒക്കെ ഒരു ഭയമുണ്ടായിരുന്നു. ഈ ഭയം കാരണം ഇപ്പം ഒരു 10 വയസ്സുകാരൻ ഒരു വീഡിയോ സിഗരറ്റ് ഒളിച്ചു നിന്ന് വലിച്ചാൽ 12 വയസ്സുകാരനെ കണ്ടാൽ അയ്യോ ഒരു അണ്ണൻ ചേട്ടൻ കാണുന്നു എന്ന് പറഞ്ഞെടുത്ത് കളയും. രക്ഷകർത്താക്കളെ ഭയമുണ്ട്, അധ്യാപകരെ ഭയമുണ്ട്. ഇവരോടൊക്കെ സ്നേഹവും ബഹുമാനം ഉണ്ടെങ്കിൽ തന്നെയും ഇന്നിപ്പോൾ ഇല്ല. അതായത് ഇവിടെ ഇപ്പം ബാലാവകാശ കമ്മീഷനൊക്കെ വന്നു, അല്ലെങ്കിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികളൊക്കെ വന്നു. കുട്ടികളുടെ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് നിശബ്ദരാക്കിയത് കുട്ടികളെ നിയന്ത്രിക്കേണ്ട സാഹചര്യം. അവിടെയാണ് ഇവരെല്ലാം നിശബ്ദരായി പോയത്. ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം പറയാം. ഞാൻ പഠിച്ചൊരു സ്കൂളിൽ ഒരു അധ്യാപകനെ അടിക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ പുറമേ നിന്ന് ഇങ്ങനെ വണ്ടിയിൽ ജീപ്പിൽ വരിക. അപ്പോൾ ഞാൻ റോഡിൽ ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്നെ കണ്ടപ്പോഴത്തേക്ക് എന്നെ കൈയാണിച്ച്, ഞാൻ പഠിച്ച സ്കൂളാണെന്ന് പറയുന്നത് ഇപ്പോഴല്ല, ഒരു 10 വർഷം മുമ്പാണ്. അപ്പോൾ ഇവരെന്നെ കണ്ട് നിർത്തി കാര്യം ചോദിച്ചപ്പോൾ ഒരു അധ്യാപകനെ അടിക്കണം, കാര്യം എന്തുവാ? അപ്പം അവിടെ പെൺകുട്ടിയുടെ പാവാടയിൽ പുള്ളി പൊക്കി അടിക്കാൻ നോക്കി. ഇതൊക്കെയാണ് പുള്ളി ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഞാനിവിടെ കയറിപ്പോയി. കാരണം ഈ മനുഷ്യൻ ഇങ്ങനെ ചെയ്തില്ലെന്ന് എനിക്കറിയാം. പുള്ളിക്ക് 19-22 വയസ്സായി. നമ്മൾ അറിഞ്ഞിടത്തോളം കാലം അദ്ദേഹം ഒരിക്കലും മോശമായി പെരുമാറുന്ന ആളെ അല്ല. ഞാൻ കൂടെ പോയി അവിടെ നിന്നു. ഇപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഇത് വഷളാക്കാതെ നാണക്കേട് വരുത്തണ്ടല്ലോ. അന്വേഷിച്ചപ്പോൾ എന്തുവാ, VHSC ലാബിൽ 4 പിള്ളേർ ഈ പറഞ്ഞ കൊള്ളരുതാത്ത പരിപാടികളെല്ലാം ചെയ്ത് ഒരുത്തൻ ബെഞ്ച് തട്ടിമറിച്ച് വേറൊരു പെൺകുട്ടിയുടെ കാലയിലിട്ടു. വലിയ നിലവിളിയും കേട്ടുകൊണ്ട് സാർ ഓടി അകത്ത് കയറിയപ്പോൾ ഇവർ പുറത്തോട്ടിറങ്ങി ഓടി. വരട്ടാൻ വേണ്ടിയിട്ട് ഏത് അധ്യാപകനും കമ്പെടുത്ത് വീശുമല്ലോ. അടിച്ചത് പോലും ഇല്ലെന്ന് പുള്ളി പറഞ്ഞു. ഇതുങ്ങൾ എന്തോ കാണിച്ച് നമ്മൾ ഓടി വന്ന് ലാബിൽ നിന്ന് എന്നെ കണ്ട് ഓടി ഇറങ്ങിയപ്പം ഞാനൊന്ന് വീശി അടിച്ചതിനാണ് ഈ പ്രശ്നം എന്ന് പുള്ളി പറഞ്ഞു. ഇനി എൻ്റെ അഖിലെ, ഇനി ഇതുങ്ങൾ ഇവിടെ കിടന്ന് എന്തോ ചെയ്താലും, ഇനി ഈ സ്കൂളിൽ പ്രസവങ്ങൾ നടന്നാലും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള കൊലപാതകങ്ങൾ നടന്നാലും ഞാൻ ഇടപെടത്തിൽ എനിക്കൊരു 2-3 വർഷം കൂടെ ഉണ്ട്. ഇവരെല്ലാവരും എന്നെ അടിക്കുക കൊല്ലുകയോ ചെയ്തിട്ട് എൻ്റെ കുടുംബത്തിനല്ലേ നഷ്ടം എന്ന് പറഞ്ഞു. അവിടെ അപ്പം അന്നൊരു അധ്യാപകൻ അവിടെ ഭയപ്പെട്ടു. ഈ അടുത്ത് നടന്ന ഒരു സിനിമയിലെ തന്നെ നമ്മുടെ ഒരു സുഹൃത്തൊരു സഹസംവിധായകൻ, പുള്ളി അധ്യാപകൻ കൂടിയാണ്, ഈ ഫ്ലാറ്റിൽ പഠിപ്പിക്കാൻ പോയി. അപ്പോൾ ഒരു കുട്ടിയാവും ഭയങ്കര വികൃതിയാവും, ഭയങ്കര കുഴപ്പക്കാരനാണ്. രക്ഷകർത്താക്കൾ പറഞ്ഞു 2 അടി കൊടുത്തേക്ക്, നമ്മളാരും പറഞ്ഞാൽ കേൾക്കത്തില്ല.
ഒന്ന് വിരട്ടിയേക്കണമെന്നൊക്കെ ഇന്ന ആളോട് പറഞ്ഞു. അങ്ങനെ ഈ പഠിപ്പിച്ചതിൻ്റെ ഇടയ്ക്ക് ഇപ്പം പ്രശ്നക്കാരൻ ചെറുക്കനാ, ഇവൻ 2 അടി കൊടുത്തു. ഈ വെളുത്ത നല്ല തുടയുള്ള വലിയ പയ്യനാ. സ്കൂളിൽ പോയപ്പോൾ ഇതിൻ്റെ ഈ അടി കാലിലടിച്ചതാ. ഈ പാട് സ്കൂളിൽ കാണിച്ചിട്ട് സ്കൂളിൽ നിന്ന് ഇവരെ വിളിച്ചറിയിച്ചിട്ട് 3 മാസം പോക്സോ കേസിലകത്തായിരുന്നു മറ്റവർ. അല്ല, അതിൽ ഈ പറഞ്ഞ വിഷയം, അതായത് സാറേ, എത്ര നല്ല ജീവിത സാഹചര്യം, എത്ര മാന്യമായി ജീവിച്ചു പോകുന്ന ഒരാളെയാണെങ്കിലും പ്ലാൻഡായിട്ട് നുണകൾ കൊണ്ട് ആക്രമിക്കാൻ പറ്റും. ഇതാണ് ഇപ്പോൾ പുതിയ കാലത്ത്, നമ്മൾ ഈ സോഷ്യൽ മീഡിയ കാലത്ത്, സത്യാനന്തര കാലഘട്ടം നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു കാര്യമാണ്. ഒരു നിമിഷം മതി, ഒരു കള്ളത്തരം മതി, ഒരു നുണ മതി, ആ നുണ പ്രചരിപ്പിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാർ. ഇതിൻ്റെ വാസ്തവം എന്തെന്ന് ആരും നോക്കത്തില്ല. അല്ലെങ്കിൽ ഇപ്പം 50 കൊല്ലക്കാലത്തെ ഇദ്ദേഹത്തിൻ്റെ പൊതുജീവിതം എന്തെന്ന് നോക്കത്തില്ല. നമ്മൾ ഇതിൻ്റെയൊക്കെ ഇരകളെ ഒരുപാട് പേരെ കണ്ടു കഴിഞ്ഞു. ഈ തരത്തിൽ ഒരു തരത്തിലും, അതായത് മനുഷ്യരോട് നന്ദിയില്ലാത്ത, സ്നേഹമില്ലാത്ത, ധാർഷ്ട്യത്തെ, ഇതുപോലെയുള്ള എല്ലാ നെഗറ്റീവ് വികാരങ്ങളെ ആഘോഷിക്കുന്ന ഒരു കാലത്താണ് നമ്മളിപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അടുത്ത തലമുറയിലേക്ക് ചെന്നു. അതാണ് അവർ ഇതുപോലെയുള്ള ആക്ടിവിറ്റീസിനെ അവരും അങ്ങ് ആഘോഷിക്കുകയാണ്. ഈ ഓരോ കൊലപാതകവും നടന്നു കഴിയുമ്പോൾ, പണ്ടൊക്കെയാണ് നമ്മളോട് പറയാം അമ്മയെ തല്ലിയാലും 2 പക്ഷം. ഇത് അമ്മയെ കൊന്നവൻ്റെ പക്ഷം പറയാൻ വരെ സോഷ്യൽ മീഡിയയിൽ ഗ്രൂപ്പുകളാണ്. അവിടെ നമ്മൾ വേറെ പല പല വിഷയങ്ങൾ കൊണ്ടുവരുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളിപ്പോൾ കാണേണ്ട ഒരു കാര്യം, സമൂഹത്തിൽ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ കൂടുതൽ നടക്കും. അതിന് ഒരു തരം ഇതിപ്പോൾ ഇതിനെല്ലാം ഹീറോ പരിവേഷം കൊടുക്കുകയാണ്. ഇപ്പം 5 പേരെ കൊന്നവൻ്റെ ഈ കഥകൾ പുറത്ത് വരുമ്പോൾ അയാളെ ആരും എഴുത്തുന്നതിന് പകരം അവനൊരു ഹീറോ വർഷിപ്പ് ആളുകളുടെ തോന്നത്തക്ക നിലയിൽ നമ്മുടെ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചരണങ്ങൾ ഒരു വലിയ അപകടകരമായ ഒരു കാര്യമാണ്. ഞാൻ വെഞ്ഞാറമൂട്ടിലെ എല്ലാ വീട്ടിലും പോയിരുന്നു. സ്വന്തം അനിയന് കുഴിമന്തി വാങ്ങിച്ചു കൊടുത്ത് ആ കുട്ടി അത് തിന്നുന്നതിന് മുമ്പ് തലക്കടിച്ചു കൊന്നു, വാങ്ങിച്ചു കൊടുത്തിട്ട്. എത്ര ഭീകരമായിട്ടാണ് കൊന്നിരിക്കുന്നത്. അപ്പം ആ അധികം പ്രായമില്ലാത്തൊരു കുട്ടിയുടെ ഒരു മാനസികാവസ്ഥ നമ്മൾ ആലോചിക്കണം. ഈ നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് നമ്മളെ ഞെട്ടിപ്പിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ ഡ്രഗ്സ് ഉണ്ട്, ഇതിന് പിന്നിൽ മറ്റ് ലഹരി പദാർത്ഥങ്ങളുണ്ട്. മാത്രമല്ല അനാവശ്യമായ ധൂർത്ത്. ഇന്നിപ്പോൾ നമ്മൾ കേരളത്തിൽ കാണുന്ന ആത്മഹത്യകൾ എങ്ങനെയാണ്? കുടുംബത്തോട് ആത്മഹത്യ ചെയ്യുക ആളുകൾ. എന്താണ് കാരണം? കാരണം വരുമാനത്തെക്കാൾ കൂടുതൽ ആളുകൾ ചെലവഴിക്കുന്നു, കടത്തിലെത്തുന്നു, അടയ്ക്കാൻ മാർഗമില്ലാതെ അവസാനം കുട്ടികൾക്ക് ഭക്ഷണത്തിൽ വിഷം കൊടുത്തിട്ട് സ്വയം ആത്മഹത്യ ചെയ്യുന്നു. ഇത് വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും നമ്മൾ ഓരോ കേസുകൾ സ്റ്റഡി ചെയ്താൽ മനസ്സിലാകുന്നൊരു കാര്യമാണ്. ഞാൻ ആഭ്യന്തരമന്ത്രി ആയതുകൊണ്ട് ഞാൻ അങ്ങ് സൂചിപ്പിച്ചല്ലോ ഈ ഓപ്പറേഷൻ കുബേരയുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ആളുകൾ ഏത് പലിശയ്ക്കും ആളുകൾ കടമെടുക്കാൻ തയ്യാറായി നിൽക്കുക, അത് കൊടുക്കാനും ആളുകൾ നിൽക്കുകയാണ്. അപ്പോൾ കയ്യിൽ പണമില്ല, പക്ഷേ മറ്റുള്ളവൻ ജീവിക്കുന്നത് പോലെ എനിക്കും ജീവിക്കണമെന്നുള്ള തെറ്റായ ധാരണയിൽ എല്ലായിടത്തുനിന്നും പണം കടം വാങ്ങുകയാണ്. അവസാനം ഈ പണത്തിന് ഇതിനെല്ലാം കൊള്ളപ്പലിശയാണ്, മീറ്റർ പലിശയാണ്. ആളുകളെ കൊള്ളയടിക്കാൻ വേണ്ടി ആളുകൾ കാത്തു നിൽക്കുകയാണ്. ആ മീറ്റർ പലിശക്കാരെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അത് ഗവൺമെൻറ് ചെയ്യേണ്ടതാണ്. അന്നെൻ്റെ അനുഭവം ഓപ്പറേഷൻ കുബേര നടപ്പാക്കിയപ്പോൾ അന്ന് ആളുകൾ ഭയപ്പെട്ടു. പണം പലിശയ്ക്ക് കൊടുത്തു എന്ന് പറയാൻ പോലും ആളുകൾ പേടിച്ചു. അവർ തിരിച്ചു കൊടുത്തു, ആരും പറയാതെ തിരിച്ചു കൊടുത്തു. അപ്പോൾ ഇതിനകത്ത് നിയമപരമായൊരു വശം കൂടിയുണ്ട് ഇതിനെ നിയന്ത്രിക്കത്തക്ക നിലയിൽ. ആ നിയന്ത്രണമില്ലാതെ വരുമ്പോഴാണ് ഈ കൊള്ളപ്പലിശക്കാരിറങ്ങുന്ന ആളുകളെ ചൂഷണം ചെയ്യുന്നു, ആളുകൾ അതിന് മുഖേനിക്കുന്നു. തമിഴ്നാട്ടിൽ നിന്നൊക്കെ എത്ര ആളുകളെ വരുന്നറിയോ? അല്ല, ഭീകര പ്രശ്നം ഇതിനകത്ത് 2 കാര്യങ്ങളാണ്. ഇപ്പം ഒരു ഭാഗത്ത് ഒരു സാധാരണക്കാരൻ, ഞാൻ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ഇടതുപക്ഷത്തിന് അവരൊരു സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൂടെ നിർത്തിയത് സഹകരണ സംഘങ്ങളിലൂടെ, സഹകരണ ബാങ്കുകളിലൂടെയാണ്. പക്ഷെ നമ്മളിതിൻ്റെ റിയാലിറ്റി അന്വേഷിച്ച് കഴിഞ്ഞാൽ ഈ പല സഹകരണ ബാങ്കുകളും സഹായം എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്ന 2 മുതൽ 5 ലക്ഷം രൂപ വരെ കൊടുത്തിട്ട് ഈ സാധാരണക്കാരൻ ഇന്ന് സാർ അന്വേഷിച്ച് നോക്കൂ, ഒട്ടുമിക്ക സാധാരണക്കാരനും ജപ്തിയുടെ വക്കിലായിരുന്നു. ഇത് ഇവന് ആവശ്യകരമാണ്. ഈ പാർട്ടിയോടൊപ്പം ചേർത്ത് നിർത്താനോ അല്ലെങ്കിൽ ആ നിമിഷത്തേക്ക് ഇവൻ്റെ വരുമാനങ്ങൾ മനസ്സിലാക്കാതെ എളുപ്പത്തിൽ വരുന്ന രീതിയിൽ കൊടുത്തതിൻ്റെ ഫലമായിട്ട് അത് അടയ്ക്കാൻ പറ്റാതെ വരുമ്പോൾ ഇവൻ അടുത്തുള്ള ഒരു പലിശക്കാരൻ്റെ അടുത്ത് പോകും. കാരണം അവിടുന്ന് വീഴും. അപ്പോൾ അവിടെ അടയ്ക്കാനും പറ്റുന്നില്ല, ഇവിടെ അടയ്ക്കാനും പറ്റുന്നില്ല. ആകെ എങ്ങനെ മുന്നോട്ട് ജീവിക്കണമെന്ന് അറിയാൻ വയ്യാതെ സാധാരണക്കാരുടെ ഇടയിൽ പ്രശ്നങ്ങളുണ്ടാകും. പിന്നെ ഇതിൻ്റെ കൂട്ടിച്ചേർത്തെന്ന് പറഞ്ഞാൽ സാറേ, ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പം ഭരണം മാറി വന്നാലും മാറി വന്നില്ലെങ്കിലും
അപ്പം സാറിനെ പോലെ ഒരാൾക്ക് എന്താണ് നമുക്ക്, അതായത് നമ്മൾ സൊല്യൂഷൻസ്, ഇപ്പോൾ ഞാനൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്നതാണ്. ഇപ്പം ഞങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത് സോഷ്യൽ മീഡിയ വഴി ഈ എതിരഭിപ്രായങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ രേഖപ്പെടുത്തുക, അത് നിങ്ങളെപ്പോലുള്ള ആൾക്കാരിലേക്ക് എത്തുക. ഇപ്പം സാർ നമ്മൾ തമ്മിൽ നടത്തുന്ന ഈ ചർച്ചയിൽ പോലും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇതുകൊണ്ട് നാളെ നമുക്കൊരു ചേഞ്ച് ഉണ്ടാവണം. അതായത് ആ ചേഞ്ച് നമുക്ക് എങ്ങനെ കൊണ്ടുവരാം. സാർ നിയമസഭയിലായാലും അല്ലെങ്കിൽ നാളെ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു പൊസിഷനിൽ ഇരുന്നുകൊണ്ടായാലും നമുക്ക് എങ്ങനെ ഈ ഒരു ചേഞ്ച് കൊണ്ടുവരാമെന്നാണ് സാറിൻ്റെ മനസ്സിൽ ഒരു കാഴ്ചപ്പാടുള്ള രീതിയിൽ അന്നത്തെ ആ പഴയ? അല്ല, എനിക്ക് എൻ്റെ മനസ്സിൽ രണ്ട് കാര്യങ്ങൾ, ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് നടപ്പാക്കിയ രണ്ട് കാര്യങ്ങൾ. ഒന്ന് ക്ലീൻ ക്യാമ്പസ്, സേഫ് ക്യാമ്പസ്. ഞാൻ ഇപ്പോഴും അത് പറയുന്നത്, കേരളത്തിലെ പോലീസ് സമർത്ഥരായ പോലീസുകാരാണ്. ഒന്നോ രണ്ടോ ആളുകൾ ചിലപ്പോൾ കുഴപ്പക്കാരുണ്ടാവും, അത് സമൂഹത്തിൻ്റെ ഭാഗമാണ്. കേരള പോലീസ് വിചാരിച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ കേരളത്തിൽ ലഹരി മാഫിയയുടെ വേരിറക്കാൻ കഴിയും. ഒരാൾ ചലിക്കത്തില്ല, പക്ഷെ അതിനുള്ള ഇച്ഛാശക്തി ഉണ്ടാവണം. അതാണ് ഞാൻ പറഞ്ഞത്. 9 വർഷക്കാലം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉറങ്ങുകയായിരുന്നു ഞാൻ ചോദിച്ചത് അതാണ് അസംബ്ലിയിൽ. എന്തുകൊണ്ട് ഈ മാഫിയയുടെ വേരിറക്കാൻ തയ്യാറാകുന്നില്ല? ലോഡ് കണക്കിനാണ് ഇവിടെ സാധനങ്ങൾ വരുന്നത്. ആരാണ്, എന്തുകൊണ്ട് പോലീസ് നിയന്ത്രിക്കുന്നില്ല? എന്തുകൊണ്ട് ശക്തമായ നടപടി ഉണ്ടാകുന്നില്ല? നിരോധിക്കപ്പെട്ട പുകയില ഉൽപ്പന്നങ്ങൾ ആലപ്പുഴയിൽ ഒരു ലോഡ് വന്ന് എങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയില്ല. അതിനകത്തൊക്കെ അതിൻ്റെ പിന്നിലൊക്കെ രാഷ്ട്രീയ സ്വാധീനം. അപ്പോൾ ഗവൺമെൻറ് അഖിൽമാരെ ചോദിച്ചത് എന്ത് ചെയ്യാൻ കഴിയും, എന്താണ് പരിഹാരം? ഗവൺമെൻറ് ശക്തമായ നടപടികൾ സ്വീകരിക്കുക, പലിശക്കാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുക. അപ്പോൾ ആൾ ചോദിക്കുക, ആൾക്ക് പണം വേണ്ടി വന്നാൽ എന്ത് ചെയ്യും? അതിനുള്ള സംവിധാനം അന്ന് ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് നമ്മൾ ഒരുക്കിയിരുന്നു. 1000 രൂപ വരെയുള്ള ലോണുകൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഈസിയായി കിട്ടത്തക്ക നിലയിലുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കിയിരുന്നു. സഹകരണ സംഘങ്ങൾ മുഖേന വായ്പ പോലുമില്ലാതെ. വാസ്തവത്തിൽ ഈ നാട്ടിൽ ചെറിയ ലോണുകൾ എടുക്കുന്ന ആളുകൾ തിരിച്ചടയ്ക്കും, പാവങ്ങളായ. വലിയ വലിയ ലോണുകൾ വാങ്ങിക്കുന്നവനായി തിരിച്ചടയ്ക്കാത്ത സാധാരണക്കാർ, പാവപ്പെട്ട ഒരു 5000 രൂപ എടുത്തവൻ തിരിച്ചടയ്ക്കാൻ എങ്ങനെങ്കിലും നോക്കും. കാരണം അവൻ്റെ മാനഭയം കൊണ്ടും നാട്ടിൽ ജനങ്ങളെ അഭിമുഖീകരിക്കണമെന്നുള്ളതുകൊണ്ട് അവൻ എങ്ങനെയും തിരിച്ചടയ്ക്കും. വലിയ വലിയ ലോൺ എടുക്കുന്ന ആളുകളാണ് തിരിച്ചടയ്ക്കുക. അതാണ് എൻ്റെ ഒരു അനുഭവം. അപ്പോൾ അവർക്ക് ലോൺ ന്യായമായ നിലയിൽ ലോൺ ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചാൽ ഈ കൊള്ളപ്പലിശക്കാരനടുക്കൽ പോവില്ല. അപ്പോൾ ഈ സാമൂഹ്യ വിപത്തുകൾക്കെതിരെയുള്ള ശക്തമായ നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാകണം. അതാണ് ഒരു ഭരണാധികാരിക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഈ പ്രശ്നങ്ങൾ, ഈ മയക്കുമരുന്ന് പ്രശ്നങ്ങളൊക്കെ നടന്ന സമയത്ത് എൻ്റെ അടുത്ത് എനിക്ക് അറിയാവുന്ന ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞതാണ്. ഞാൻ പോലീസ് സ്റ്റേഷൻ്റെ പേര് പറയുന്നില്ല, കാര്യം തെളിവുണ്ടെന്ന് വെച്ചാൽ നമുക്ക് തെളിവില്ല. എന്നാലും കേരളത്തിലെ ഒരു പ്രമുഖ ജില്ലയിലെ പ്രമുഖ പോലീസ് സ്റ്റേഷൻ എന്ന് എല്ലാവരും ഉപയോഗിക്കുന്ന ഭാഷയിൽ പറയാം. അവിടെ ഇതേ കണക്ക് ഒരു കുട്ടിയെ മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട് പിടിച്ചു. 1.5 ലക്ഷം രൂപ കൊടുത്ത് വീട്ടുകാർ ഈ കുട്ടിയെ രക്ഷിച്ചു. ഇത് മേടിച്ച പോലീസ് ഓഫീസർമാർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് റീസെൻ്റായിട്ട് ഇത്രയും പ്രശ്നം, കാരണം ഈ രക്ഷകർത്താക്കളെ ഭയങ്കര വലിയ പോസ്റ്റ് ഇരിക്കുന്നവരാണ്, അവർക്ക് നാണക്കേട് ഉണ്ടാവാൻ പാടില്ലല്ലോ. അപ്പോൾ ഇതിന് കൂട്ടു നിൽക്കുന്ന പോലീസുകാർ ഒരു ഭാഗത്ത്. പിന്നെ ഒരു ലോജിക്കൽ സംശയമാണ്, ഇപ്പോൾ ഒരു കുട്ടിയുടെ കയ്യിൽ മയക്കുമരുന്ന് എങ്ങനെ എത്തി? ഇത് സ്വയംഭാവമായിട്ട് ഉണ്ടാവുന്നില്ലല്ലോ. ഒരു MDMA ആയാലും എത്ര ആയാലും സോഴ്സ് എവിടെ? ഇത് ഒരു ചങ്ങലയാണല്ലോ. എങ്ങനെ ആയാലും ഇപ്പൊ എന്റെ കയ്യിൽ ഉപയോഗിച്ച ഒരുവനെ പിടിച്ചാൽ നീ എനിക്കിത് എവിടെ നിന്ന് കിട്ടി, ആരിൽ നിന്ന് കിട്ടി, എവിടെ നിന്ന് മേടിച്ചു? ഇവൻ ചിലപ്പോൾ പറയുമായിരിക്കും അത് ഇന്നടത്ത് കൊണ്ട് ഒരു പൊതി വെക്കാൻ പറഞ്ഞു, ഞാൻ അവിടെ പോയി എടുത്തെന്ന് പറഞ്ഞാൽ പോലും അവനെ ഒന്ന് കൃത്യമായിട്ട് ചോദ്യം ചെയ്താൽ അവിടെ ആര് ഈ പൊതി കൊണ്ട് വെച്ചു എന്ന് അറിയാൻ പറ്റും. അവൻ എവിടെ നിന്ന് കിട്ടി? ബാക്കി എല്ലാ കാര്യത്തിനും ഇവിടെ CCTV ക്യാമറ വെച്ച് പിടിക്കുന്നുണ്ട്. ഏറ്റവും വലിയ പരാജയം അതാണ്, ആ പരാജയം സോഴ്സ് കണ്ടുപിടിക്കുക. ഇതിപ്പോൾ ആകാശത്തൂടെ വരുന്നുണ്ട്, മീൻസ് എയറോപ്ലെയിനുകളിൽ വരുന്നുണ്ട്, ഇത് കപ്പലിൽ വരുന്നുണ്ട്, റോഡ് മാർഗം വരുന്നുണ്ട്, ട്രെയിൻ മാർഗം. ഏറ്റവും കൂടുതൽ വരുന്ന ട്രെയിൻ മാർഗമാണ്. എൻ്റെ അനുഭവത്തിൽ, എൻ്റെ പഴയകാല അനുഭവത്തിൽ ട്രെയിനുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇത് വരുന്നത്. ഇപ്പം മാർക്കറ്റിൽ ഏറ്റവും പ്രിയമുള്ളത് ഇടുക്കി കഞ്ചാവ്. ഇടുക്കിയിൽ ഇപ്പം കഞ്ചാവില്ല. ഇടുക്കി കഞ്ചാവ് എന്ന് പറഞ്ഞാൽ ഹൈദരാബാദിലും മറ്റ് ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലും ഉൽപ്പാദിപ്പിക്കുന്ന കഞ്ചാവ് ചെടികൾ അത് വെട്ടി റെഡിയാക്കി ഇടുക്കി കഞ്ചാവ് എന്നുള്ള നിലയിൽ വരുന്നു. കുട്ടികൾ നമ്മൾ വിചാരിക്കാത്ത നിലയിലാണ്. അല്ലെങ്കിൽ ഇവിടെ ഒറ്റ ചെറുപ്പക്കാരനും കൂടെ ഉണ്ടാവില്ല, എല്ലാവരും വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് കുടിയേറ്റം നടന്ന മേഖലയിൽ നിന്ന് കുടിയിറക്കാൻ ഇത് നമ്മൾ പുറത്തിറങ്ങി കളിച്ച് നമുക്ക് 2 ഗുണമുണ്ട്, മാനസികാരോഗ്യം, ശാരീരികാരോഗ്യം. ഞാൻ സമൂഹത്തിന് ദോഷം അല്ലെങ്കിലും ഞാൻ നശിക്കും. ഞാൻ നശിച്ചാൽ എന്നിലൂടെ സഹായം കിട്ടേണ്ട ഒരാൾ കൂടി നാശമാണല്ലോ. മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഉണ്ടാക്കുക, മെച്ചപ്പെട്ട ക്രമസമാധാനം ഉണ്ടാവുക. അവൻ്റെ ഉള്ളിൽ നിന്നും തോന്നണം എൻ്റെ ഹെൽത്ത്, എൻ്റെ കുടുംബം, എന്നെ ഇഷ്ടപ്പെടുന്നവർ. അതാ ഞാൻ പറഞ്ഞത്, വിദ്യാഭ്യാസത്തെ കാലോചിതമായി പരിഷ്കരിക്കണമെന്ന് ഞാൻ പറഞ്ഞത്.
കർഷകർക്ക് ഇപ്പോൾ കൃഷി ചെയ്യാനോ ജീവിക്കാനോ കഴിയാത്ത അവസ്ഥയാണ്. ഭരണകൂടത്തിന് കാഴ്ചപ്പാടുണ്ടെങ്കിൽ ഇതിനെ നിയന്ത്രിക്കാൻ കഴിയും. തുടങ്ങുന്നതിനേക്കാൾ വേഗതയിലാണ് പൂട്ടിക്കൊണ്ടിരിക്കുന്നത്. മലയാളികൾ റെഡിയായിട്ടിരിക്കാം എന്നെ പറ്റിച്ചോളാം എന്ന്. ആരാണ് ഗാന്ധി എന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. കുട്ടികളെ കൊണ്ട് തോന്നിപ്പിക്കണം, ഞങ്ങളും കൂടി ഇടപെട്ടെങ്കിൽ മാത്രമേ നാട് നന്നാവൂ. സമരങ്ങൾ പോലും നമുക്ക് മാറി ചിന്തിക്കേണ്ട സമയങ്ങളായി. സാറ് പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് കേരളം ഇത്രയും മാന്യനായ ഒരു പ്രതിപക്ഷ നേതാവിനെ അർഹിക്കുന്നില്ല. രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഒരു നേതാവിനെ കൂടെ സമൂഹം കൂടുതലും തിരിച്ചറിയണം.